മുള്ളാത്ത. ഈ മുള്ളാത്ത ക്യാൻസറിനൊക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ്. പ്രതിരോധ ശക്തി കൂടുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതിന് മേലോട്ടുണ്ടായിരുന്നേ ഇത് മുഴുവൻ താഴേക്ക് പോകുമല്ല, കിളി വന്ന് കുടിക്കും. ഇതും പഴുത്ത്. ഈ രണ്ടെണ്ണം ഞാനിപ്പോൾ മൂടിയിട്ടിരുന്നതാണ്. ഇത് ഡയറക്റ്റ് പഴമായിട്ട് കഴിക്കാം. ഇതിൻ്റെ സമൂലം വെള്ളം തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾക്കൊക്കെ ഒരു പ്രതിവിധിയാണ്. ഇതിൻ്റെ കൂടെ കുറേ ഔഷധങ്ങളുണ്ട്. അതും ഒക്കെ കൂടെ കൂട്ടിയിട്ട് വെള്ളം തിളപ്പിക്കുക. ഇത് മാത്രം വെള്ളം തിളപ്പിച്ച് കഴിക്കുകയോ ചെയ്യുവാണെങ്കിൽ അതിന് നല്ല ഗുണമാണ്. അതൊക്കെ പിന്നീട് ഇതിൻ്റെ കൂടെ എന്തൊക്കെ ചേർക്കണം എന്നുള്ളത് പിന്നീടുള്ള വീഡിയോയിൽ പറയാം. ഇത് പഴുത്ത് പോയത് കൊണ്ടാണ് ഇപ്പം ഓടിച്ചിട്ട് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു പുതിയ ഒരു കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് ഇതൊന്നും ആരും ഉണ്ടാക്കിയിട്ടില്ലാത്ത സാധനമാണ്. ഇത് മുള്ളാത്തയാണ്. മുള്ളാത്ത സാധാരണ പ്രതിരോധ ശക്തിക്ക് ഏറ്റവും നല്ലതാണ്. കാരണം ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ളവർക്കൊക്കെ ഈ മുള്ളാത്തയുടെ പഴം ഡയറക്റ്റ് നമുക്ക് നേരിട്ട് കഴിക്കാൻ പറ്റും. അതല്ലാതെ ഇത് തോരൻ വയ്ക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ തന്നെയല്ല, ക്യാൻസറിന് നല്ലതാണ് മുള്ളാത്ത. അപ്പോൾ ഇത് പച്ചക്ക, ഇത് പഴമാണ്. ഈ പഴുത്തത് നമുക്ക് പഴുത്തായിട്ട് തിന്നാനേ പറ്റത്തുള്ളൂ. പക്ഷെ പച്ച ഇത് ഞാൻ ചെത്തി അരിയുന്ന ഭാഗം കാണിക്കാം. ഇതിനു വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇത് തേങ്ങ, പിന്നെ ഇത് ചുമന്നുള്ളി, ഇത് സവാള, ഇത് പച്ചമുളക്, ഇത് ചെറിയ കാന്താരി. കാരണം നല്ല എരിവൊക്കെ വേണ്ടവർക്കും ഇതൊരു പ്രത്യേക ടേസ്റ്റ് കയറി വരും ഈ കാന്താരിയും കൂടെ ഇട്ട് കഴിയുമ്പം. പിന്നെ ഇത് കരിയാപ്പല, പിന്നെ മഞ്ഞൾപ്പൊടി. ഇത്ര സാധനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ തോരൻ കറിക്ക് വേണ്ടത്. അപ്പം ഞാനിത് ചെത്തി റെഡിയാക്കി കൊണ്ടുവരാവേ. ഇത് ചെത്തിക്കളഞ്ഞു കേട്ടോ. ചെത്തിയിട്ട് ഈ പാകം ഇനി അരിയാൻ പോവുകയാണ്. ഈ അരിയുന്നത് നമ്മൾ ബീട്രൂട്ടൊക്കെ അരിയുന്ന പോലെ ഇതേ വെച്ച് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാൻ അരിഞ്ഞ് കഴിഞ്ഞിട്ട് കാണിക്കാം. മുള്ളാത്ത ഇത് കൊണ്ട് അരിഞ്ഞ് കൂട്ടി വെച്ചിരിക്കുന്ന. അപ്പം അതിനകത്തൊരു ചെറിയ കുരുവുണ്ട്. ആ കുരുവെല്ലാം മാറ്റി ഇത് കാന്താരിയും പച്ചമുളകും കൂടെ പെട്ടെന്ന് ഒന്ന് ചതച്ചെടുത്തതാണ്. അതിങ്ങോട്ടിടുന്നു. പിന്നെ ഇത് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അതിടുന്നു. ഇത് കറിവേപ്പില, ഇത് തേങ്ങ. ഇതെല്ലാം കൂടെ തിരുമ്മി കൂട്ടി വെക്കണം. അപ്പം ഞാൻ കടുക് വറുത്തിട്ട് ഇപ്പം കാണിക്കാം. ഉള്ളി അരിഞ്ഞ് ചീനച്ചട്ടി അതിലേക്ക് എണ്ണ ഒഴിക്കുവാണ്. അത് കടുകിടുന്നു. കടുകിട്ട് കടുക് പൊട്ടി, കടുക് മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഈ ചേരുവ, അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടതാണ്. ചേരുവ എല്ലാം കൂടെ കൂട്ടി തിരുമ്മി പിടിപ്പിച്ചതാണ് ഇങ്ങോട്ടിടുന്നത്. ചെറുതായിട്ട് തട്ടിപ്പൊത്തി ചെറിയ സിമ്മേലിടും. ഇട്ട് അല്പം വെള്ളം വാടി പറ്റി കഴിയുമ്പോൾ നമുക്ക് ഇളക്കാൻ വെക്കട്ടെ. മുള്ളാത്ത തോരൻ വെച്ചത് റെഡിയായി. ഇത് വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. എന്നാന്ന് ചോദിച്ചാൽ കാബേജ് വെക്കുന്നേക്കാളും ഒരു 3 ഇരട്ടി ടേസ്റ്റാണിത്. അല്ലാതെ നല്ല ഗുണവും ഉണ്ട്. കാബേജിനേക്കാളും നല്ല ഗുണമുള്ള സാധനമാണ്. അപ്പോൾ എങ്കിലും ഇങ്ങനെ മാറ്റി പിടിച്ച് നോക്കുക. പിന്നെ